അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഒരു വീഡിയോ തുടങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഇന്ന് നമുക്ക് ഒരു പ്രത്യേക ദിവസമാണ്. കാരണം ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ പോവാം. അതിനു മുന്നേ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി പാവങ്ങളെല്ലാവരും വെജിറ്റേറിയൻ ആയിരിക്കുന്ന ഒരു അവസരമാണ്. ആ ഒരു വിഷമം നമ്മുടെ രേവന്തിൻ്റെയൊക്കെ മുഖത്തുണ്ട്. കുഴപ്പമില്ല, നാളെ ഞാൻ വിഷമിച്ചോളാം ഇവരൊക്കെ ഇരുന്ന് അടിക്കുമ്പോൾ. ഈ മുഖങ്ങളൊക്കെ ഒന്ന് കാണിക്കൂ. ക്യാമറയ്ക്ക് പുറകിൽ രവി എന്ന് തരും, ഞാൻ കാണിക്കാം. என்ன ஐட்டங்களோ டூபல் பி பிளாட்டினிலே ഈ ഹോട്ടല് അടക്കുകയാണ് ഗൈസ്. എല്ലാവരും അടച്ചു പോയി. ഇതെല്ലാം നാളത്തേക്ക് വേണ്ടി. അപ്പോഴും ഞങ്ങൾ ഇവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ദ ലാസ്റ്റ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഡേ ആൻഡ് ദ ബെസ്റ്റ് കസ്റ്റമേഴ്സ്. ഇതാണ് നല്ല ഫുഡ് അല്ലേ? രവി എന്താ ഒരു വിഷമം? കല്യാണത്തിന് ഫോട്ടോഗ്രാഫി ഒക്കെ വരുമ്പോൾ ചെയ്യണമല്ലോ. അതെയോ? അങ്ങനെ ഞങ്ങൾ കഴിച്ചിറങ്ങിയതും ശരിക്കും കട അടച്ചു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. സമയം 11:15 അപ്പോഴാണ് ഈ ക്യൂട്ട് കുട്ടി ബൈക്ക് കണ്ടത്. ബാംഗ്ലൂർ മാത്രമേ ഞാൻ ഇങ്ങനത്തെ ബൈക്ക് കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് പോവുകയാണ്. 22 രൂപ. ആരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത്? ആതിരയുടെ. നിന്റെ ബർത്ത്ഡേ? യുവർ ബർത്ത്ഡേ ടുഡേ? നോ. നമ്മൾ ഷിബു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശിബുദിനത്തിൻ്റെ ഉപജ്ഞാതാവായ ശ്രീജിത്ത് ഫ്രം ശ്രീജിത്ത് ചങ്ങനാശ്ശേരിയുടെ ബർത്ത്ഡേ കളറാക്കാൻ രവി അലുവ, ആതിര സുൽത്താൻ ബത്തേരി ആൻഡ് ആതിര വെള്ളരി ആൻഡ് അർജുൻ വടനംകുറിശി ആൻഡ് രണ്ട് ബൈക്കുകളുമായി എത്തിയിരിക്കുന്നു. വൈശാഖ് ഫ്രം തൈലാൻഡ് ആൻഡ് രേവന്ത് ഫ്രം സുൽത്താൻ ബത്തേരി. അങ്ങനെ നമ്മൾ പോകുന്നു ഷിബുവിൻ്റെ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ പ്രോപ്പറായിട്ടൊന്നും കൂടി പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ടീം ലീഡർ രവിയുടെ നേതൃത്വത്തിൽ നമ്മൾ പോകുന്നു കഫേ ഗോകുലത്തിലേക്ക്. ഞാൻ അറിയാണ്ട് സ്റ്റാറ്റസ് ഇട്ട് പോയിടോ. ഞാൻ അത്ര ആലോചിച്ചില്ല. ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. അത് ഇവൻ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് അപ്പൊ ബർത്ത്ഡേ പ്ലാനൊക്കെ പൊളിഞ്ഞു. അല്ലെങ്കിൽ സസ്പെൻസ് ഒന്നും ഇല്ല, എന്നാലും ഞങ്ങളിപ്പോൾ ഷിംലയിലാണെന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ. പഴയ ഫോട്ടോ ഏതാ? ഫോട്ടോ എടുക്കാം. ഞങ്ങൾ വരിക്കാശ്ശേരി മനയുടെ മുന്നിലുള്ള ഫോട്ടോ വെച്ച് കൊടുത്തു. അത് പകലല്ലേ അല്ലേ? ഗുരുവായൂരാ? എടാ എന്തായാലും 1 മണിക്കൂറിൽ പൊളിയും. അതിന്റെ സീനൊന്നും. അതെ. ചോക്ലേറ്റ് കോഫി, ചോക്ലേറ്റ് കോഫി. I want chocolate coffee. He want jaggery coffee. They both want half lemon tea, half lime tea. ഇത് ഇന്ന് ഈ എന്താണ് നിന്റെ ഇന്ന് നിന്റെ ഐറ്റം എന്താ? ചായ അല്ല, ജിഞ്ചർ ടീ ആണ്. ഇതാണ് ലിയോ സിനിമയിലെ ട്രെൻഡായ ചോക്ലേറ്റ് കോഫി. എങ്ങനെയുണ്ടെന്ന് കുടിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല. അങ്ങനെ ഈ ഷോപ്പും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ വന്നിരിക്കുന്ന എല്ലാ ഷോപ്പുകളും ക്ലോസ് ചെയ്ത് അടച്ചിപ്പിച്ചേ ഞങ്ങൾ പോകുള്ളൂ.
അത് കന്നഡയിലൊന്ന് പറഞ്ഞ. നിർത്തി പോകല. എന്നാലും 2 വാക്ക് പഠിച്ചല്ലോ. അത്രയും കാലം 8 മാത്രല്ലേ അറിയണല്ലോ. ഇപ്പൊ ഹോഗ് പഠിച്ചില്ലേ? ഇനി പട്ടിടു എന്നല്ലടോ, 10 റുപ്യ. 10 റുപ്യ. ഒന്നിനും ഒന്നിടൂന്ന് പറയും, രണ്ടിനും അപ്പൊ 10 എങ്ങനെ 10 ഒന്നിന് ഒന്നിടൂന്നാ പറയുന്ന ആരാ പറഞ്ഞു? ഒന്തു ഒന്തു എരടു. അതെ. മാറി റൂമിൽ പോയിരുന്നു. അപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ കേക്ക് അറേഞ്ച് ചെയ്യാൻ പോണം. പിള്ളേർ ഞാനും കൂടി ഇതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എഗ്ലെസ് കേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൊണ്ട് നമുക്ക് ഷിബുവിൻ്റെ റൂമിലേക്ക് പോവാം. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താന്ന് ഞാൻ വഴി അറിയിക്കാം കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ബർത്ത്ഡേ ബോയ്. സർപ്രൈസ് എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. സർപ്രൈസ് അവിടെ തന്നെ വെച്ചോടാ. അതെ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഷിബു ദിനം നൈസ് വെറൈറ്റി. ഹാപ്പി ബർത്ത്ഡേ ശിവമോനെ, ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, ഇതാര്? നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ റിയാക്ഷൻ തന്നെ. എനിക്കിത് വേണേ, മുകളിലുള്ള സാധനം. അണയൂല, മുകളിലേക്ക് എത്തും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യത്തെ പീസ് ആർക്ക് കൊടുക്കും എന്ന ഒരു കൺഫ്യൂഷനിലാണ് ഷിബു. ഞങ്ങളാണ് എടുത്തു തരേണ്ടത് നിനക്ക്. അതെ, ആരെങ്കിലും കൊടുക്ക്. കൊടുക്കൂ. എടാ, അവന് കൊടുക്ക്. ഈ ക്യാമറ ആരെങ്കിലും പിടിക്കുകയായിരുന്നെങ്കിൽ ഞാനും ഒരു കേക്ക് കൊടുക്കാമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. അവിടെ ഒന്ന് സൂം ചെയ്ത് ഒന്ന് ഫോക്കസ് ചെയ്തു. അത് വലിയ പുതുമയുള്ള കാര്യം അല്ലെങ്കിൽ ഏതാ നല്ല കേക്ക് അല്ല. അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലന്റെയും എല്ലാം കൂടി അടിപൊളി. നീ പറഞ്ഞപ്പോൾ ഒന്നുമില്ല. ഇവനാണ് 2 കൈ ഇവനാണ് കൊടുക്കേണ്ടത്. ദൈവമേ, അയാൾ കയ്യില്ലാണ്ട് പോണ്. കേക്കിന്റെ പറ്റി നമ്മളെ മുറിക്കാൻ കൊടുക്കണം. കൈകൊണ്ടോ വായോണ്ടോ വെറും പെട്ടിയും തണ്ണിമത്തന്റെ ഉദ്ദേശിച്ചാണ്. തണ്ണീർമത്തം ദിനങ്ങളിൽ ഇത് സർപ്രൈസ് ആയി പോയി. ഇനി മനസ്സിലാവില്ല. മോളിലും കണ്ടില്ലേ മാറ്റിയെടുക്കണം. കട തുറക്കുമ്പോ തന്നെ മാറ്റിയെടുക്കണം. എന്നിട്ട് എന്നോട് ചോദിച്ചില്ലേ
കറക്റ്റ് സൈസ്. എന്നോട് താങ്ക് യു. ഞാനാണ് ചേട്ടൻ സൈസ് പിടിച്ചത്. ഇതിലിട്ട് പോയിക്കോ. അതെ ഞങ്ങളെ കൊണ്ടുപോകും ചാറ്റാ. ഇങ്ങനെ എടുത്തേക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രീജിത്തിന്റെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു. നമ്മുടെ പ്ലാനിങ് ഒക്കെ മൊത്തത്തിൽ കുളമായി. അവൻ സർപ്രൈസ് പൊളിഞ്ഞ് എത്തി. എന്നാൽ പോലും അല്ലേ ആള് ഹാപ്പിയാണ്. ഇരുന്നു. അതെ, എന്തായാലും നന്നായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കൊച്ചു വീഡിയോ. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ സീരീസിലെ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം.